Hi, welcome back. നമ്മുടെ EST130 Basics of Electrical Engineering KTUവിൻ്റെ മൊഡ്യൂൾ 2-ലെ 11th ലെക്ചർ സീരീസ് ആണ്. ഇതിൽ കുറച്ച് നീണ്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മളുടെ വാല്യൂസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറന്റ്, അതായത് പീക്ക് വാല്യൂ, ആവറേജ് വാല്യൂ, RMS വാല്യൂ, അതേപോലെ ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ ഇതുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് ഇതിൻ്റെ വേറൊരു സെഷനായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നൗ values of alternating voltage and current. Okay, in a DC system the voltage and current are constant. നമുക്കറിയാം ഒരു DC സിസ്റ്റത്തിൽ വോൾട്ടേജും കറണ്ടും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ അവിടെ നമുക്ക് എന്താണ്, ഒരു മാഗ്നിറ്റ്യൂഡ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു വാല്യൂസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് ഒരു കറണ്ട് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും, ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണെങ്കിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ഡി സിയിലാണെങ്കിൽ എന്താണ്, ഇത് ടൈം ആക്സിസ് ആണ് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഈസ് ടൈം ആക്സിസ്, ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡി സിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു വാല്യൂസിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ എ സി കണ്ടീഷൻ, എ സി ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ആൻഡ് കറണ്ടിൽ പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ വോൾട്ടേജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിലും അതെന്താണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നൗ അപ്പോൾ നമുക്ക് 4 വേസ്റ്റ് എന്ത് ചെയ്യാം, 4 രീതിയിൽ എന്ത് ചെയ്യാം, ഈ ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് ആൻഡ് കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് പീക്ക് വാല്യൂ എന്ന് പറയാം, രണ്ടാമത്തെ ആവറേജ് വാല്യൂ എന്ന് പറയാം, അടുത്ത RMS വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയാം. അപ്പോൾ ഇതെന്താ ഓരോന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നൗ പീക്ക് വാല്യൂ. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വേവ് ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ മാക്സിമം വാല്യൂ അറ്റൈൻഡ് ബൈ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ പറയാം പീക്ക് വാല്യൂ. ഇറ്റ് ഈസ് നോർമലി റെപ്രസെൻറ്റഡ് ബൈ VM ഓർ IM. ഇതാണ് പീക്ക് വാല്യൂ എന്ന് പറഞ്ഞത്. ആവറേജ് വാല്യൂ. Next, average value, second one. Okay, the average value of a waveform is the average of all its value. It is the average of all its value over a period of time. Over a period of time. അപ്പോൾ ആവറേജ് വാല്യൂ പറഞ്ഞാൽ ഒരു വേവ്, ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള ഒരു വേവിൻ്റെ, വേവ് ഫോമിൻ്റെ ആവറേജ് വാല്യൂവിനെയാണ് പറയുന്നത് ആവറേജ് വാല്യൂ. നത്തിങ് ബട്ട് ആവറേജ് വാല്യൂ ഓഫ് എ വേവ് ഫോം ഈസ് നത്തിങ് ബട്ട് ദ ആവറേജ് ഓഫ് ഓൾ ഇറ്റ്സ് വാല്യൂ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ആവറേജ് വാല്യൂസ് ഓഫ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ നമുക്ക് ആവറേജ് വാല്യൂവിന് ഒരു ഇത് എഴുതാം. ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, ആവറേജ് ഓഫ് ദ വേവ്, ഈ വേവ് ഫോമിൻ്റെ ആവറേജ്. അപ്പോൾ ഈ ഉള്ള മൊത്തം സെക്ഷനും ഈ ഉള്ള മൊത്തം സെക്ഷനും, അപ്പോൾ അതിനെന്ത് ചെയ്യാം, ടോട്ടൽ നെറ്റ് ഏരിയ അണ്ടർ കർവ് ഫോർ ടൈം t ഡിവൈഡഡ് ബൈ ടൈം t. ഇവിടെ നോക്കി നോക്കിയേ, ഈ ഇതിൻ്റെ ഇടയിലുള്ള മൊത്തം നെറ്റ് ഏരിയ ഓവർ എത്ര ടൈമിലാണെന്നുള്ളത്. അപ്പോൾ ഈ ടൈമിൽ എത്ര ടൈമുള്ളതെന്നുള്ള ഇതാക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ആവറേജ് വാല്യൂ പറയുക. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് ടോട്ടൽ നെറ്റ് ഏരിയ അണ്ടർ കർവ് ഫോർ ടൈം t ഡിവൈഡഡ് ബൈ ടൈം t വരുന്നത്. നൗ ഇൻ ദ കേസ് ഓഫ് എ സിമെട്രിക്കൽ വേവ്, ഒരു സിമെട്രിക്കൽ വേവ് നമ്മൾ കൺസിഡർ ചെയ്യാം. വി ആർ കൺസിഡറിങ് വേണ്ട, ഇത് കൺസിഡർ ചെയ്യേണ്ട, ഞാൻ വേറെ വേവ്, ഇത് നമ്മുടെ പീക്ക് വാല്യൂവിൻ്റെ ഫിഗർ കൊണ്ട് എടുത്തെന്നുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. നൗ ഇൻ ദ കേസ് ഓഫ് എ സിമെട്രിക്കൽ വേവ്, എക്സാമ്പിൾ എ സിനുസോയിഡൽ വേവ് ഫോം, ഒരു സിനുസോയിഡൽ വേവ് ഫോം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യാം. സിനുസോയിഡൽ വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം. ഓക്കെ, ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ഈ എക്സാക്റ്റ് പോസിറ്റീവിൻ്റെ എക്സാക്റ്റ് ആയിട്ട് നെഗറ്റീവ് എടുക്കണം. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആവറേജ് 0 ആയി പോകും അല്ലേ. ദ ആവറേജ് വാല്യൂ ഓവർ 1 cycle will be 0. It is because the positive halves is exactly equal to the negative halves അല്ലേ. ഈ പോസിറ്റീവ് ഹാഫിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ഹാഫാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് 0 ആയി എന്ന് പറയാൻ പറ്റും. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല, 0 ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, പ്രാക്ടിക്കലി ഇത്ര വാല്യൂസ് ഇവിടെ ഉണ്ട്, ഇവിടെ ഇത്ര വാല്യൂസ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു കേസിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ, ആവറേജ് വാല്യൂ എടുക്കുക എങ്ങനെയാ വെച്ചാൽ, ഇത് ഒരു ആൾട്ടർനേഷൻ, ഇത് അടുത്ത ആൾട്ടർനേഷൻ അല്ലേ. അപ്പോൾ ഒരു 1 ആൾട്ടർനേഷൻ്റെ വാല്യൂ മാത്രം കൺസിഡർ ചെയ്യും. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ആവറേജ് വാല്യൂ ഇസ് ദ ടോട്ടൽ ഏരിയ അണ്ടർ കർവ് ഫോർ ടൈം t ഡിവൈഡഡ് ബൈ ടൈം t അല്ലേ. അപ്പോൾ ഒരു സിമെട്രിക്കൽ വേവ് ആണെങ്കിൽ
ആ ഫുൾ സൈക്കിൾ എടുക്കുന്നതിന് വരെയും ഒരു 1 ആൾട്ടർനേഷനെ മാത്രം എടുക്കും. സോ ഫോർ സിമെട്രിക്കൽ കൺസിഡറിങ് എ സിമെട്രിക്കൽ വേവ്. ആ സിമെട്രിക്കൽ വേവ് എന്താണെന്ന് മനസ്സിലായി? പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും എക്സാക്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഫോർ സിമെട്രിക്കൽ വേവ് വി കൺസിഡർ ഓൺലി ഏതാണ്? 1 ആൾട്ടർനേഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? വി കൺസിഡർ നമ്മൾ ചെയ്യുള്ളൂ. സോ ആവറേജ് വാല്യൂ ഓഫ് എ സിമെട്രിക്കൽ വേവ് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് 1 ആൾട്ടർനേഷൻ. നേരത്തെ ഏരിയ ഓഫ് എൻ്റയർ 1 സൈക്കിൾ ആയിരുന്നു അല്ലേ? 1 ആൾട്ടർനേഷൻ ഡിവൈഡഡ് ബൈ ബേസ് ലെങ്ത് ഓഫ് 1 ആൾട്ടർനേഷൻ. അത് ടൈം പീരീഡ് ഓഫ് 1 ആൾട്ടർനേഷൻ. ബേസ് ലെങ്ത് ഓഫ് 1 ആൾട്ടർനേഷൻ. അപ്പോൾ ഈ വേവ് ഫോം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അറിയോ? ഓരോ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ മിഡ് ഓർഡിനേറ്റ്സ് വെച്ചിട്ട് ചെയ്യും. അപ്പോൾ അതെങ്ങനെയായിരിക്കും വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ആദ്യം എഴുതാം. സം ഓഫ് മിഡ് ഓർഡിനേറ്റ്സ് ഓവർ 1 alternation divided by number of mid ordinates. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ? സം ഓഫ് മിഡ് ഓർഡിനേറ്റ്സ് ഓവർ 1 alternation divided by number of mid ordinates. അതെന്താണെന്ന് കാണിച്ചു തരാം. ഇനി ഇൻ കേസ് ഓഫ് അൺസിമെട്രിക്കൽ വേവ് ആണെങ്കിലോ നമുക്ക് ആവറേജ് വാല്യൂ ഫുൾ സൈക്കിളിൽ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫോർ സിമെട്രിക്കൽ വേവിന് നമ്മൾ എന്ത് ചെയ്തു? 1 ആൾട്ടർനേഷൻ എടുത്തു. ഫോർ അൺസിമെട്രിക്കൽ ആണ്. ഇനി അൺസിമെട്രിക്കൽ കേസാണെന്ന് വിചാരിക്കാം. അൺസിമെട്രിക്കൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 സൈക്കിൾ നമ്മൾ നേരത്തെ പോലെ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, നൗ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എന്ത്? ആവറേജ്. ഇതൊന്നുകൂടി വൃത്തിയിൽ എഴുതി തരാം. 1 cycle. Now average value of an unsymmetrical wave. Average value of an unsymmetrical wave is equal to area over 1 cycle divided by base length of 1 cycle. Therefore we can say that average value of a waveform is called DC value. അപ്പോൾ average value നമ്മൾ പറയുന്ന വേറെ പേരാണ്. average value of the waveform is called as DC value. കാരണം ഇത് DC value ആയിട്ടല്ല കിട്ടുന്നത്, AC value ആയിട്ടല്ല കിട്ടുന്നത്. ഇറ്റ് ഈസ് ഓൺലി DC value. ഓക്കെ, അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം. ഫോർ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ അണ്ടർ കർവ് ഫോർ ടൈം ടി ഡിവൈഡ് ബൈ ടൈം ടി ആണ്. സിമെട്രിക്കൽ വേവ് ആണെങ്കിൽ എക്സാക്ട് സിമെട്രി ആയതുകൊണ്ട് അത് ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുള്ളൂ, അതായത് 1 ആൾട്ടർനേഷൻ മാത്രമേ എടുക്കുള്ളൂ. അൺസിമെട്രിക്കൽ ആണെങ്കിൽ എന്ത് ചെയ്യും? 1 സൈക്കിൾ എൻ്റെ എടുക്കും. സോ നൗ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് വാല്യൂ ഓഫ് എ സിനുസോയിഡൽ കറണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാം. അതേപോലെ സിനുസോയിഡൽ വോൾട്ടേജും ചെയ്യാം. നമ്മൾ കറണ്ടിൻ്റെ വോൾട്ടേജ് ചിലപ്പോൾ ചോദിക്കും ഫൈൻഡ് ഔട്ട് ദ ആവറേജ് വാല്യൂ ഓഫ് എ സിനുസോയിഡൽ കറണ്ട്, അല്ലെങ്കിൽ സിനുസോയിഡൽ വോൾട്ടേജ് ചോദിക്കാം. അങ്ങനെ സിനുസോയിഡൽ കറണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. വോൾട്ടേജ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറണ്ടിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കുന്നതിന് ചെയ്താൽ മതി, വോൾട്ടേജ് ക്വാണ്ടിറ്റി മാത്രം കൊടുത്താൽ മതി. നൗ ആവറേജ് വാല്യൂ ഓഫ് സിനുസോയിഡൽ കറണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആവറേജ് വാല്യൂ ഫോർ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ വോൾട്ടേജ് ഈസ് 0 ഓവർ എ 1 സൈക്കിൾ നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? അതിൻ്റെ എക്സാക്ട് സിമെട്രി ആയിരിക്കും പോസിറ്റീവ് ആക്സിസും പോസിറ്റീവ് ഏരിയയും നെഗറ്റീവ് ഏരിയ. ഈ ആക്സിസ് വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് ഏരിയ നെഗറ്റീവ് ഏരിയയും എക്സാക്ട് സിമെട്രി ആയിരിക്കും. അതുകൊണ്ട് എന്താണ്? നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ അത് 0 ആയി പോകും. ബട്ട് ആവറേജ് ഓഫ് എ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതെന്താണ്? 0 അല്ല ആക്ച്വലി, അല്ലേ? സോ വി നീഡ് ടു കൺസിഡർ half wave. Okay, therefore the average of alternating current means ഹാഫ് സൈക്കിൾ ആവറേജ് വാല്യൂ. അപ്പോൾ ഒരു ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എപ്പോഴും എന്താണ്? സിമെട്രി ആയിട്ടാണ് നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുക. സോ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഹാഫ് സൈക്കിൾ ആവറേജ് വാല്യൂ ആണ്. ഓക്കെ,
ദ ഇക്വേഷൻ ഓഫ് ഇനി നമ്മൾ ഇതിനെ വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദ ഇക്വേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വെനിങ് സിനുസോയിഡ്ലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദ ഇക്വേഷൻ ഓഫ് കറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നെ എഴുതാം. ഇക്വേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് varying sinusoidally is given by I is equal to ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? I is equal to Im sin theta എന്നിട്ട് കൊടുക്കാം. ഓക്കെ, നൗ കൺസിഡർ ആൻ എലമെൻ്ററി സ്ട്രിപ്പ് ഓക്കെ ഓഫ് തിക്നെസ് d theta. അപ്പോൾ ഒരു എലമെൻ്ററി സ്ട്രിപ്പ് നമ്മൾ one second. Consider an elementary strip of thickness d theta. d theta എന്നുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഹാഫ് സൈക്കിളിൻ്റെ കറണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ മിഡ് ഓർഡിനേറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഐ എന്നായിട്ട് എടുത്തു. ലെറ്റ് ഐ ബി ദ മിഡ് ordinate of this strip. Therefore area of strip എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? area of strip എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is nothing but I into d theta അല്ലേ? I into d theta അല്ലേ ഇതിൻ്റെ area of strip എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then what will be area of half cycle? ഒരു area of half cycle എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ്റെയർ ഇതിനെ നമ്മൾ ഓരോ സ്ട്രിപ്പായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? 0 to pi ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ ഈസ് ഈക്വൽ ടു ഐ ഡി തീറ്റനെ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഫ്രം 0 to pi. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? ഈ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഐ മുകളിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഐ എം സൈൻ തീറ്റ ഉണ്ട്. അപ്പോൾ ഐ എം സൈൻ തീറ്റ ഡി തീറ്റ ഇൻ്റഗ്രൽ ഫ്രം 0 to pi or it is equal to Im into minus cos theta 0 പൈയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2Im. അപ്പോൾ 0 പൈ Im മൈനസ് കോസ് തീറ്റ. അപ്പോൾ Im മൈനസ് കോസ് അവിടെ പൈയെ ലിമിറ്റ് കൊടുക്കുക, മൈനസ് 0 ലിമിറ്റും കൊടുക്കുക. സോ ഇതിപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ കിട്ടി അല്ലേ? ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ആവറേജ് വാല്യൂ, ഐ ആവറേജ്. അപ്പോൾ ഐ ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ ദിസ് ബേസ് ലെങ്ത് അല്ലേ? അപ്പോൾ എന്താണ്? നൗ ആവറേജ് വാല്യൂ ഐ എ ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഹാഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ base length of half cycle. അപ്പോൾ ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ നമുക്ക് ഓർ ദർഫോർ ഐ ആവറേജ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ നമുക്ക് എന്താണ്? 2Im ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ബേസ് ലെങ്ത് എത്രയാണ്? 0 to pi ആണ് അല്ലേ? 0 to pi ആകുമ്പോൾ പൈ ആണ് ബേസ് ലെങ്ത്. ഓർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.637 Im. ദിസ് ഈസ് I average. Hence we can say that the half cycle average value of AC is nothing but 0.637 Im. Okay, or for half cycle average value is 0.637 times the peak value of AC. For positive half cycle നമുക്ക് എന്താണ്? I average പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ പ്ലസ് 0.637 Im ആയിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ മൈനസ് 0.637 Im ആയിരിക്കും. അതേപോലെ നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ആവറേജ് വാല്യൂ സിമിലർലി വി എ വി ഈസ് ഈക്വൽ ടു എന്താണ്? 0.637 VM. അപ്പോൾ ഒരു വേവ് ഫോം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇത്ര വരുന്നതായിരിക്കും എന്ത് വരിക? പോസിറ്റീവ് 0.637 എന്ന് പറഞ്ഞിട്ട് വരിക. ഇത്രയും വരുന്നതായിരിക്കും എന്ത് ഉണ്ടാവുക? ഇത്രയായിരിക്കും എന്താ ഉണ്ടാവുക? മൈനസ് 0.637 Im എന്ന് പറഞ്ഞിട്ട് വരിക.
ഓക്കെ, നമുക്കൊരു 2 എക്സാമ്പിൾ നോക്കാം. എ സിനുസോയിഡൽ കറണ്ട് ഹാസ് എ മാക്സിമം വാല്യൂ ഓഫ് 500 മില്ലി ആംപിയർ. അപ്പോൾ സിനുസോയിഡൽ കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ IM ഈക്വൽ എന്താണ് 500 മില്ലി ആംപ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആവറേജ് വാല്യൂ? നമുക്കറിയാം ഐ ആവറേജ്, ഒരു സിനുസോയിഡൽ കറണ്ട് ഐ ആവറേജ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 0.637 IM ആണ് അല്ലേ? IM ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് വിൽ ബി 0.637 ഇൻറ്റു 500 ഇൻറ്റു വേണ്ട 500, ദാറ്റ് ഈസ് ഈക്വൽ ടു 318 മില്ലി ആംപിയർ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 500 ഡയറക്റ്റ് ഇട്ടു, ഇൻറ്റു 10⁻³ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിറ്റ് എന്താണ്? മില്ലി ആംപിയറിലാണ് പറഞ്ഞത്. ഇൻ കേസ് നമ്മൾ 0.637 ഇൻറ്റു 500 ഇൻറ്റു 10⁻³ കൊടുക്കുകയാണെങ്കിൽ 3.18 അങ്ങനെ ആ ലെവലിൽ വരും. അപ്പോൾ നമുക്കത് നേരെ ആംപിയറിന് എഴുതാൻ പറ്റും. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി. ഫൈൻഡ് ദ ആവറേജ് വാല്യൂ ഓഫ് ദ വേവ് ഫോം ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ത് വേവ് ഫോമാണിത്? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് വേവ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എക്സാക്റ്റ് ആയിട്ട് ഹാഫ് സൈക്കിൾ ഉണ്ടോ? നെഗറ്റീവ് ഇല്ല. സോ നമുക്കിവിടെ എന്താണ്? ടൈം പീരീഡ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യണം എന്താണ്? 1 സൈക്കിളാണ്. അപ്പോൾ ഇവിടുത്തെ ടൈം പീരീഡ് പറഞ്ഞാൽ എന്തായിരിക്കും? സൊല്യൂഷൻ 1 സെക്കൻഡ്. ടൈം പീരീഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.2 സെക്കൻഡ്. അപ്പോൾ ഒരു 1 സൈക്കിളാണ്. Therefore we can say that F is equal to എന്താണ്? 1/t, or it is equal to 1/0.2, or it is equal to 5 Hz. ഇനി എന്താണ്? ഓൾസോ നമുക്ക് എന്താ അറിയാം? ഒമേഗ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഡിവൈഡഡ് ബൈ ദ എന്താണ്? പിന്നെ ഏരിയ ഡിവൈഡഡ് ബൈ ടൈം കാണണം. അപ്പോൾ ഏരിയ എങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് അല്ലേ? ഓൾസോ വി നോ ദാറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? 2πf അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 31.4 റേഡിയൻ പെർ സെക്കൻഡ്. ബൈ കാൽക്കുലസ് എന്താണ്? ഏരിയ ഓഫ് എ സിംഗിൾ പൾസ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ സിംഗിൾ പൾസ് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഏരിയ ഈക്വൽ ടു 2Im ബൈ ഒമേഗ. ഒരു കാൽക്കുലസ് പ്രകാരമുള്ള ഇതാണിത് പറയുന്നത്. ഇതൊന്ന് ആലോചിച്ച് വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്മളുടെ ഇവിടുത്തെ എത്രയാണ്? 0.4 ആണ് IM അല്ലേ? 2 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ എന്താണ്? 31.4, or it is nothing but 25.46 into 10⁻³ okay. Then I average or എന്താണ്? Area divided by T, that is equal to 25.46 into 10⁻³ divided by 0.2, that is equal to 0.127 ampere. ഇതാണ് ഒരു പ്രോബ്ലം. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് RMS ഓർ എഫക്റ്റീവ് വാല്യൂ. എന്തുകൊണ്ട് RMS വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദ ആവറേജ് വാല്യൂ കാനോട്ട് ബി യൂസ്ഡ് ടു സ്പെസിഫൈ എ സിനുസോയിഡൽ വോൾട്ടേജ് ഓർ കറണ്ട്. ഒരു സിനുസോയിഡൽ വോൾട്ടേജ് ഓർ കറണ്ട് നമുക്ക് ഒരിക്കലും ആവറേജ് വാല്യൂ നമ്മളെപ്പോഴും ഹാഫ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു 1 സൈക്കിൾ അത് എന്താണ്? 0 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പവർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുക ഫുൾ സൈക്കിളാണ്. പക്ഷേ ഇവിടെ 1 ആൾട്ടർനേഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ? സോ ദ എഫക്റ്റീവ് ഓഫ് RMS വാല്യൂ ഓഫ് alternating current is that steady current DC which when flowing through a given resistance for a given time produces the same amount of heat as produced by the alternating current when flowing through the same resistance for the same time. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ എഴുതിച്ചത്. ദ എഫക്റ്റീവ് ഓർ RMS വാല്യൂ ഓഫ് എൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി കറണ്ട് DC വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ എ ഗിവൻ റെസിസ്റ്റൻസ് ഫോർ എ ഗിവൻ ടൈം ഓഫ് ടൈം. ഒരു റെസിസ്റ്റൻസ് കൂടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യുക? ഒരു സ്റ്റഡി കറണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിലൂടെ ഫ്ലോ ചെയ്യിക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എമൗണ്ട് ഓഫ് ഹീറ്റ് സെയിം ആയിരിക്കും. എങ്ങനെ? ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സെയിം റെസിസ്റ്റൻസിൽ സെയിം ടൈമിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു AC നമ്മൾ കടത്തി വിട്ടു വിചാരിക്കുക ഒരു റെസിസ്റ്റൻസിൽ കൂടെ. അവിടെ നമ്മളൊരു 10 സെക്കൻഡ് വിചാരിക്കുക. ആ 10 സെക്കൻഡ് അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കറണ്ട് ആ ടൈമിൽ
ആ സെയിം റെസിസ്റ്റൻസിൽ കൂടെ കടത്തി വിടണോ അതാണ് ശരിക്കും എന്ത് RMS ഓർ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സിമെട്രിക്കൽ നോർമൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് RMS വാല്യൂ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. നൗ കാണാൻ പറ്റുന്നില്ലേ, 1 second. Now consider the half cycle of a non-sinusoidal current I flowing through a resistance RO. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ROമിൽ കൂടെ ഒരു നോൺ സിനുസോയിഡൽ കറണ്ട് R ഒരു T സെക്കൻഡ്സിൽ ഫ്ലോ ചെയ്യുന്നുണ്ട് നോക്കുക. ഡിവൈഡ് ദ ടൈം T ഇൻറ്റു N ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അപ്പോൾ ഈ ടീനെ നമ്മൾ N ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതാക്കി. അപ്പോൾ ഈച്ച് ഇൻ്റർവെൽ എന്തായിരിക്കും, T/N ആയിരിക്കും. ഓക്കെ, ഈച്ച് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ T/N സെക്കൻഡ്. ലെറ്റ് ദ മിഡ് ഓർഡിനേറ്റ്സ് ഓഫ് ദ കറണ്ട് ഇവിടെ കണ്ട I1 I2 I3. അപ്പോൾ അതിൻ്റെ മിഡ് ഓർഡിനേറ്റ്സിന് ആ ഓരോന്നിൻ്റെയും മിഡ് ഓർഡിനേറ്റ്സിന് I1 I2 I3 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതാക്കി. ആൻഡ് വി ആർ കൺസിഡറിങ് ദാറ്റ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്റ്റ് വെൻ പാസ്ഡ് ത്രൂ ദ റെസിസ്റ്റൻസ്. Suppose the heating effect produced by current I in R is the same as produced by some direct current capital I flowing through the resistance R for the same time. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഈ ഒരു ഇത് വിട്ടിട്ട് ആ ഹീറ്റ് പ്രൊഡ്യൂസിനെ അനുസരിച്ചിട്ട് നമ്മൾ സെയിം കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ക്യാപിറ്റൽ I, അതായത് RMS വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ദെൻ ആ ഡയറക്റ്റ് കറണ്ട് Iനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, RMS വാല്യൂ ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് വേരിയസ് കമ്പണൻസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, I1² RT/N അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് വരിക. കാരണം ഹീറ്റിംഗ് എഫക്റ്റ് നമുക്ക് എന്താ വരുന്നത്, I²R ആണ് ഹീറ്റിംഗ് എഫക്റ്റ് ഇൻറ്റു എത്ര ടൈമാണെന്നുള്ളതുകൊണ്ടാണ് I²RT എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഇതാക്കുക. അപ്പോൾ നമ്മളിവിടെ ശരിക്കും ആ ഹീറ്റിംഗ് എഫക്റ്റ് മൊത്തം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ബൈ നമ്മളുടെ ഇതിൻ്റെ ബേസ് ലെങ്ത്ത് ചെയ്താൽ മതി. ഓക്കെ, ബേസ് ലെങ്ത് അല്ല, ഡിവൈഡ് ബൈ ആ ഇത് നമ്മൾ എത്ര ഡിവിഷൻസ് എടുത്തോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം, 1 second. നമ്മൾ പറഞ്ഞില്ല, ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് വേരിയസ് കമ്പണൻസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വിൽ ബി I1² RT/N IN² RT/N അങ്ങനെ അത് I1² RT/N I2² അപ് ടു IN² RT/N വരും. സിൻസ് ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് വേരിയിങ് ദ ഹീറ്റിംഗ് എഫക്റ്റ് വിൽ ഓൾസോ വേരി. സോ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ N ആണ്. ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിവൈഡഡ് ബൈ 10 അതെന്താണ്, ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്താണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്താണ് നമ്മൾ നോക്കുന്നത്, ഡിവൈഡഡ് ബൈ N അല്ല. ഇതിൻ്റെ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്, ഞാൻ മിസ്റ്റേക്കിൽ പറഞ്ഞു, ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ I1² R ഇൻറ്റു T/N I2² R ഇൻറ്റു T/N I3² R ഇൻറ്റു T/N ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്താണ് എന്ത്, ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. പിന്നെ നമ്മളത് ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞത് 1 second. നേരത്തെ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. ടോട്ടൽ ഹീറ്റ് നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ ടോട്ടൽ കറണ്ട് ഡിവൈഡഡ് ബൈ N എന്തോന്ന് ഞാൻ എവിടെയോ പറഞ്ഞു, ഞാൻ തീരെ ശ്രദ്ധിച്ചില്ല. കാരണം വെച്ചാൽ ഇത് രാത്രി 1 മണിക്ക് ഇരുന്നിട്ടാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ചെറിയ ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് വേരിയസ് കമ്പണൻസ്, ഓരോന്നിൻ്റെയും കമ്പണൻസ് നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിൻ്റെയും കമ്പണൻസ് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ഓർക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ കിടന്നു തുടങ്ങി, എന്നിട്ട് കുറച്ച് അതിൻ്റെ അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും കമ്പണൻസ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡഡ് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇവിടുത്തെ കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതിയല്ലോ. ഡിവൈഡഡ് ബൈ T എന്നുള്ളൊരു സിസ്റ്റം N വരുന്നില്ല, അത് ബൈ ഡെറിവേഷനിലാണ് വന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് I എന്ന് പറഞ്ഞാൽ I1² R I2² R I3 എല്ലാം ആഡ് ചെയ്തു അല്ലേ, ഇൻറ്റു T/N. അതായത് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ ഈ T/N കോമൺ ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഈ N-നെ നമ്മൾ ഹോൾ ഡിവൈഡഡ് ആയിട്ട് കൊണ്ടുവന്നു. അതായത് I1² R പ്ലസ് I2² R പ്ലസ് I3² R പ്ലസ് അപ് ടു IN² R ഇൻറ്റു T ഹോൾ ഡിവൈഡഡ് ബൈ N joules. Okay, this is the total heat produced by the current I. Now, ഇരിക്കട്ടെ, അടുത്ത ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈക്വലൻ്റ് കറണ്ട്, ഡയറക്റ്റ് കറണ്ട് എന്തായിരിക്കും, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈക്വലൻ്റ് ഡയറക്റ്റ് കറണ്ട് I ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് I² ഇൻറ്റു RT അല്ലേ, T ടൈംസ് അല്ലേ, I² RT ജൂൾസ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് DC യിലും AC യിലും സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് ആ കറണ്ട് കിട്ടുക എന്ന് പറയുന്നുണ്ട്.
So we can say that since heat produced in both cases is the same, we can equate that. That is, I square RT is equal to I1 square into R plus I2 square into R plus up to IN square into R into T divided by N last into T divided by N. ഇവിടെ നോക്കിയൊക്കെ R into T കോമൺ ആണ് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് I is equal to root of I1 square plus I2 square plus up to IN square divided by root. ഈ പറയുന്ന സാധനം എന്താ ശരിക്കും മീൻ വാല്യൂ ഓഫ് ഐ സ്ക്വയർ അല്ലേ, n ടൈംസ് അല്ലേ, n ഡിവിഷൻസ് അല്ലേ. therefore you can say that it is mean value of I square, mean value of I square. അതിനാണ് നമ്മൾ പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി കറണ്ട് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് RMS വാല്യൂ. ഇതാണ് RMS വാല്യൂ കണ്ടുപിടിക്കണ ഒരു ഇത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു സിമെട്രിക്കൽ വേവ് ആണെങ്കിൽ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് സൈക്കിളിനും കണ്ടുപിടിക്കാം, ഫുൾ സൈക്കിളിനും കണ്ടുപിടിക്കാം, ഒരു പ്രശ്നമില്ല. കാരണം എന്താണ്, സെക്കൻഡ് ഹാഫ് സൈക്കിൾ അതിൻ്റെ നെഗറ്റീവ് ആണെന്നുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്ക്വയർ ആയി വരുന്നുണ്ട്, അത് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും നമ്മൾക്ക് റെക്കർ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത എന്താണ്, RMS വാല്യൂ ഓഫ് എ സിമെട്രിക്കൽ വേവ് ക്യാൻ ആൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് എന്ത് കളക്കുക, ഈ റൂട്ട് മീൻ സ്ക്വയർ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. RMS വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ, ഒരു സിമെട്രിക്കലിൻ്റെ വേവ് പറയട്ടെ, ഹാഫ് സൈക്കിൾ ഓഫ് സ്ക്വയേർഡ് വേവ് ഡിവൈഡഡ് ബൈ ഹാഫ് സൈക്കിൾ ബേസ്. ഇത് ഏതിൻ്റെ കേസാണ് പറയുന്നത് അറിയോ, ഇത് ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള വേവിൻ്റെ കേസാണ് പറയുന്നത്. ഇനി ഇതേപോലെ നമുക്ക് വോൾട്ടേജിൻ്റെയും പറയാം. വി RMS ഈസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 VRMS is equal to root of V1 square plus V2 square plus up to Vn square divided by ഇത് RMS വാല്യൂ ഓഫ് വോൾട്ടേജും നമുക്ക് ഇതേപോലെ ആണ്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് RMS വാല്യൂ ഓഫ് എ സിനുസോയിഡൽ കറണ്ടും ഈ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി സംസാരിച്ചിട്ട് നമ്മൾ ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും പറഞ്ഞിട്ട് നമ്മൾ ഈ സെഷൻ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യും. Now RMS value of a sinusoidal current. The equation of alternating current varying sinusoidally നമ്മൾ അറിയാം I is equal to എന്താണ്, Im sin theta അല്ലേ. The equation for alternating current varying sinusoidally എന്ന് പറഞ്ഞാൽ I is equal to Im sin theta ആണ്. Now consider നമുക്ക് എന്താണ് I1 square plus I2 square അങ്ങനെയാണ് നമ്മൾ എഴുതിയത് അല്ലേ. Now consider ഒരു വേവിൻ്റെ സ്ക്വയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. Now considering an elementary strip of thickness d theta in first half cycle of the squared current wave അല്ലേ. സ്ക്വയർഡ് കറണ്ട് വേവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ലെറ്റ് I square be the എന്താണ് mid ordinate, be the mid ordinate of the strip. Area of strip is equal to I square d theta. ഏരിയ ഓഫ് സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, I square d theta അല്ലേ. ഇതിൻ്റെ ഏരിയ ഞാൻ നേരത്തെ ഇതിനകത്ത് പോവാണ്. പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് ഇത് എടുക്കാമായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് ക്ലാസ്സിൽ എടുത്താണ്. പിന്നെ വെറുതെ നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ I square d theta. അപ്പോൾ ഏരിയ ഓഫ് നമ്മൾ പറഞ്ഞു സിമെട്രിക്കലാണ്, ഇതിങ്ങനെ സിമെട്രി ചെയ്ത് പോകുന്നതുകൊണ്ട് ഹാഫ് സൈക്കിളെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദെർഫോർ അത് ഫുൾ സൈക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫുൾ ബേസ് എടുക്കണം എന്നുള്ളൂ. അതായത് 0 to π ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 0 to 2π എടുക്കണം എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് half cycle of the squared wave is equal to from 0 to π I square d theta.
or it is equal to I എന്താണ് im sin theta ആണ് im square sin square theta d theta sum 0 to pi. അതിന് നമുക്ക് എന്ത് എഴുതാം im square 0 to pi sin square theta d theta എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം im square from 0 to pi sin square theta സോറി അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്താണ് ഇറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ ഞാൻ 0 to pi 1 minus cos 2 theta by 2 എന്ന് എഴുതി. ഓക്കെ d theta is equal to im square into 1 by 2 into theta minus sin 2 theta by 2. ലിമിറ്റ് അപ്ലൈ ചെയ്യുക, പൈയും 0 തീറ്റ ഇട്ട് കൊടുക്കുക. ഇറ്റ് വിൽ ബി im square pi by 2 എന്ന് കിട്ടും. ഓർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പൈ im square by 2 ഏതിന് കിട്ടി ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ കിട്ടി. ഇനി IRMS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഏരിയ ഓഫ് IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റൂട്ട് ഓഫ് ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ സ്ക്വയർഡ് വേവ് ഡിവൈഡ് ബൈ ഹാഫ് സൈക്കിൾ ബേസ് ആണ്. ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ സ്ക്വയർഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ im സ്ക്വയർ ബൈ 2. ഏരിയ ഓഫ് ഹാഫ് സൈക്കിൾ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പൈ ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ പൈ. Therefore we can say that it is im by root 2. Okay, im square by 2 ആണ് കേട്ടോ, സോറി ഇവിടെ മിസ്റ്റേക്ക് ആണ്. ഇറ്റ് ഈസ് 2. നമുക്കിവിടെ കിട്ടിയ എന്താണ് പൈ im square by 2 അല്ലേ. Therefore it is im by root 2, or we can say that IRMS is equal to 0.707 im. Similarly നമുക്ക് എന്ത് എഴുതാം VRMS is equal to എന്ത് എഴുതാം 0.707 VM എന്ന് എഴുതാം. അപ്പോൾ ഈ ഐക്ക് IRMS IM എന്നൊക്കെ കൊടുത്തതിന് പകരം VRMS VM എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി എഴുതിയാൽ മതി. ഇനി RMS വാല്യൂവിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ടിൽ അതുണ്ട്, ഓൾറെഡി നിങ്ങളത് നോക്കണം. RMS വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് സപ്ലൈ നമുക്ക് തരുന്നത് എന്താണ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 230 വോൾട്ട് 50 ഹെർട്സ് പറഞ്ഞിട്ടാണ് തരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇത് തരുമ്പോൾ ആ 230 വോൾട്ട് ശരിക്കും എന്താണ് RMS വാല്യൂ ആണ്. നമ്മുടെ വീട്ടിലത്തെ 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണെങ്കിൽ ഈ 230 വോൾട്ട് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഇറ്റ് ഈസ് RMS വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ സിനുസോയിഡൽ കറണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ V is equal to നമുക്കറിയാം VM സൈൻ ഒമേഗ ടി ആണെന്നറിയാം അല്ലേ. ഒമേഗ എന്താണ് ഒമേഗ 2πf ആണെന്നറിയാം. അപ്പോൾ ഈ ഹേർട്സിലോട്ട് 50 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി 2π × 50 ആയി. അതേപോലെ ഇവിടെ VM ഉണ്ട്, നമുക്കറിയാം VRMS is equal to എന്താണ് VM by root 2 അറിയാം. അപ്പോൾ ഈ VM കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി VRMS × root 2 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി ഇവിടെ VM എത്രയാണ് 230 root 2 സൈൻ 2π × 50 × t ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻസ്റ്റൻറ്റനിയസ് വാല്യൂ. അതാണ് ആക്ച്വൽ AC. ഓക്കെ, അതാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ആംപിയർ കറണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു സർക്യൂട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം RMS വാല്യൂ ആണ്. അതേപോലെ ഒരു അമീറ്റർ വോൾട്ട് മീറ്റർ ഇതിലൊക്കെ കിട്ടുന്ന വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും RMS വാല്യൂ ആണ്. അപ്പോൾ ഒരു വേവ് ഫോം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനൊരു വേവ് ഫോം നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇങ്ങനെ വേവ് ഫോം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പീക്ക് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് VM ആണ്. വോൾട്ടേജ് പീക്ക് ടു പീക്ക് പറഞ്ഞു കഴിഞ്ഞാൽ VM + VM. അപ്പോൾ എന്താണ് ഒരു പീക്ക് ടു പീക്ക് വാല്യൂ പറഞ്ഞാൽ VPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2VM ആയിരിക്കും. ഇനി ഇതിൽ ആവറേജ് വാല്യൂ പറഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കിയാൽ 0.637 വാല്യൂ VM ആണ് വരിക, 0.707 VM ആണ് എന്ത് വരിക RMS വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്ത് കണ്ടത് പീക്ക് RMS ആവറേജ്. നെക്സ്റ്റ് ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ. അതിൽ ഫോം ഫാക്ടർ നമ്മൾ ഈ പീക്ക് വാല്യൂ ആവറേജ് വാല്യൂ ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ. അപ്പോൾ ഈ പീക്ക് വാല്യൂ ആവറേജ് വാല്യൂ RMS വാല്യൂ ഇതൊക്കെ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും വെച്ചിട്ടാണ് പറയാം. അപ്പോൾ അതിൽ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ് RMS വാല്യൂ. ഇറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ RMS വാല്യൂ ആൻഡ്
ആവറേജ് വാല്യൂ. അപ്പോൾ ആർ എം എസ് വാല്യൂവിൻ്റെ ഇത് ശരിക്കും നമ്മൾ എന്താ പറയുക 0.707 ഒരു സിനസോയിഡലി ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ആർ എം എസ് വാല്യൂ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു സിനസോയിഡൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഒരു കറണ്ടിൻ്റെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിനസോയിഡൽ വോൾട്ടേജ് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ആർ എം എസ് വാല്യൂ പറഞ്ഞാൽ 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ ആണ് അല്ലേ. സിമിലർലി ആവറേജ് വാല്യൂ എന്തായിരിക്കും 0.637 ഇൻറ്റു എന്താണ് മാക്സിമം വാല്യൂ. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ആർ എം എസ് വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ച് വരണം, ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ച് വരണം, എന്നിട്ട് പറയണം ഒരു സിനുസോയിഡൽ അതായത് ഒരു സൈൻ വേവിൻ്റെ സിനുസോയിഡൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സൈൻ വേവിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1.11. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് സീരീസിനായാലും ഏതിനായാലും ചോദിക്കാം, എക്സാമിനൊക്കെ ചോദിക്കാം പ്രൂവ് ദാറ്റ് ദ ഫോം ഫാക്ടർ ഓഫ് എ സിനുസോയിഡൽ വേവ് ഫോം ഈസ് 1.11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 8 മാർക്കിനായിരിക്കും. അപ്പോൾ ഇത് മാത്രം എഴുതി വെച്ചാൽ പോലെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു സിനുസോയിഡൽ വേവിൻ്റെ ആർ എം എസ് വാല്യൂ കണ്ടുപിടിക്കണം, പിന്നെ ഒരു സിനുസോയിഡൽ വേവ് ഫോമിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടി കണ്ടുപിടിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1.11. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദി ഫോം ഫാക്ടർ ഗീവ്സ് എ മെഷർ ഓഫ് ദ പീക്ക്നെസ് ഓഫ് ദ വേവ് ഫോം. അപ്പോൾ നമുക്ക് വേവ് ഫോം പീക്കർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോം ഫാക്ടർ എന്തായിരിക്കും, പീക്കർ ആയിരിക്കും. അടുത്ത പറഞ്ഞാൽ പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പീക്ക് ഫാക്ടർ ഈസ് നത്തിങ് ബട്ട് എന്താണ് മാക്സിമം വാല്യൂ ബൈ ആർ എം എസ് വാല്യൂ. അപ്പോൾ മാക്സിമം വാല്യൂ ഒരു സിനുസോയിഡൽ വേവ് ഫോം കൺസിഡർ ചെയ്യണമെങ്കിൽ അഗെയിൻ മാക്സിമം വാല്യൂ ബൈ ആർ എം എസ് വാല്യൂ എന്താണ് 0.707 മാക്സിമം വാല്യൂ. അപ്പോൾ അത് ഇതായി കഴിഞ്ഞാൽ 1/0.707 വരും. ഇറ്റ് വിൽ ബി 1.414 വരും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം പ്രൂവ് ദാറ്റ് ആർ എം എസ് വാല്യൂ പീക്ക് ഫാക്ടർ ഈസ് 1.11 ആൻഡ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.414 ഏതിന് സിനുസോയിഡൽ വേവ്